അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഒന്നും ആക്കുക സാധ്യയില്ല. ഈ വിശ്വാസം ഞങ്ങളുടെ കൽബിൽ വെക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹു ആണ് കണ്ടവണോ തടയിലവണോ അള്ളാഹു ആണ്. അവിടെ നിങ്ങൾക്ക് അഹങ്കാരം കൂതിറ കിബിറുള്ളെനിക്ക് താഴ്ന്നാനാവൂതിറ. ഞാൻ അള്ളാഹുടെ മുന്നിൽ ഏറ്റവും വിനയാന്വിതനായ ദാസനാണ്. റബ്ബേ, ഞാൻ ഏറ്റവും താങ്ങാളാണ്, ഞാൻ ഏറ്റവും താങ്ങാളാണ്, ഞാൻ എന്തും ആവാത്ത ആളാണ്, നീയാണ് ഏറ്റവും വലിയ യജമാൻ. ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിട്ട് ചെന്നിട്ടു നിരന്തരമായ ദുആ. ഒരു കള്ളുകുടിയനായ ആൾ വന്നാൽ വിചാരിക്കാം, ആ കള്ളുകുടിയനായ ആൾ കൊടുത്തുണ്ടു ഞാൻ വെറും മോശപ്പെട്ടാൽ കള്ളു കുടിച്ചുകൊണ്ട് അവൻ ചെല്ലുവാണ്. ഞാൻ വലിയ വമ്പാൻ. കള്ളു കുടിക്കുമ്പോഴും അവൻ ചെല്ലെന്തിനെ ചൊല്ലി ഞാൻ വെറും താപ്പു. ഒരു നല്ല ആത്മാവും ചൊന്ന് ബന്ധങ്ങളെ നമുക്ക് വേറും ചെങ്കേറ്റവും തപ്പാട്ടിക്കും എല്ലാം ഓടാ. ഞാൻ ചൊല്ലോ കണ്ടില്ലേ, കള്ളു കുടിച്ചിട്ട് അവൻ തപ്പാട്ടിക്ക് ഓടിയാ. കള്ളുകുടിക്ക് സുന്നത്തുണ്ടല്ല ഇതിനർത്ഥ. കള്ളുകുടി വെറും മോശമാണ്, താപ്പാണ്. പക്ഷെ അവൻ കള്ളു കുടിക്കുമ്പോഴും അവന്റെ മനസ്സിലുള്ള ഈ രായത്തിലെ ഏറ്റവും താപ്പായാണെന്നാണുണ്ടല്ലേ. അതേ സമയത്ത് നിസ്കരിച്ചിട്ട് വലിയ താഴ്ത്തുതല്ല നിസ്കരിച്ചിട്ട് തുറന്നിട്ട് പോകുമ്പോൾ അക്കുതോന്ന് വലിയ മുമ്പാണ്. നാണ് കണ്ടുപിടിച്ചോണ്ട് നടന്നിരുന്നോണ്ടുകൂടാറ്. നാണല്ല നിസ്കരിച്ചു പോയി നാളെ വന്നിട്ടില്ല. എന്ത് ഇങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടായി കൂടെ നണ്ടാട്ടി ശ്രേഷ്ഠൻ കള്ളുകൂടിയനാണ്. ഇത് ചൊന്നത് നാണാണ്, ഇത് പരിപാടി ഇസ്ലാമാണ്. എന്തുകൊണ്ട് ചൊന്നെങ്കിൽ അവൻ എന്റെ കൈമുട്ടുമ്പോഴും അവൻ ചൊല്ല ഈ കൈയാണ് ശ്രേഷ്ഠം. അവൻ പേരുകിടാൻ ഈ കൈയാണ് ശ്രേഷ്ഠം. ഞാൻ എന്തു ആവാത്തോ ചെന്നൊത്തിപ്പോ വാട്ടം ഓടേ ഞാൻ പേരുകിട നണ്ടാട്ടി ഹൈറായ അവനാണ്. കാരണം അവന്റെ മനസ്സിൽ ഈ സെക്കൻഡിലുള്ളത് ഞാൻ ഏറ്റവും തപ്പാണ്. നന്റെ മനസ്സിലുള്ളതോ എന്റെ കൈ മുട്ടുന്നു. ഇനി മുത്തില്ലെങ്കിൽ അവൻ നോട്ടാക്കടാ, മുത്തില്ലെങ്കിൽ അവൻ നോട്ടാക്കടാ, കൈ മുത്തിയില്ല. ഇങ്ങനത്തെ ഒരു ചിന്താഗതി വരുത്തുണ്ടായെങ്കിൽ നാം വലിയ ഖ്വാജ ഔലിയാൻ ചെന്നിട്ട് കാര്യമില്ല. വലിയ തബവ്വഅ മഖഅദഹു മിനൻ നാർ, നരകത്തിൽ സീറ്റ് കൊടുക്കാക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ടിൽ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇങ്ങനെ കിബിർ കൊണ്ട് നടക്കട്ടെ. അഹങ്കാരം ചൊല്ലത് കുറച്ചുകൊണ്ട് ഇഷ്ടമേ അല്ല. അഹങ്കാരവും ശഹവത്തും രണ്ടും കൊണ്ടാണ് മനുഷ്യൻ നാശാവും. ഒന്ന് കിബിർ, പിന്നെ നാശ. ശഹവത്തില്ലേ കുടിക്കലുണ്ട്, ശഹവത്തും ചൊല്ല വികാരം. അവൻ കുടുങ്ങിയ ഭക്ഷണം കാണുമെന്ന് തിന്നു പോകണം. ആശ പഠിച്ചോട് പുറത്തു തരാൻ ചാൻസ് ഉണ്ട്. കിബിർ പഠിച്ചോട് ഒരിക്കലും കൊടുക്കില്ലേ. ನಾನು ಅವ್ನು ಇನ್ಸಲ್ಟ್ ಹಾಕಿಂಡೆ ಬಡ್ಸೋ ಹುಡುಗಲ್ಲ ಕೂಡ ನೋಕೋಲ್ಲ ಕೂಡ ಆದಮ್ ನಬಿ ಅಲೈಹಿಸ್ಸಲಾತು തിന്നണ്ടാൻ പോലും കാണുമ്പോൾ സഹിക്കില്ല, പിന്നെ തിന്നുപോയിട്ട് അങ്ങനെ. അതേ സമയത്ത് ആ ആദം നബി അലൈഹിസ്സലാമോടെ അള്ളാഹു എടുത്തില്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ പഴം തിന്നിട്ടേ ഇല്ല. പക്ഷെ അവിടെ പുറത്താക്കിയ ശാശ്വതമായിട്ട് പുറത്താക്കി. പഴം തിന്നണ്ടാൻ ചൊല്ലുന്നതിന് തിന്റെ അളവ് ഉൾക്കാക്കിയോ. ഇത് തീരെ തിരിക്കല്ലേ. ഇബ്ലീസിനെ പുറത്താക്കിയല്ലേ ചൊന്നിട്ടു. ഇബ്ലീസിനെ പുറത്താക്കുള്ള കാരണം അന ഖൈറുൻ മിൻഹു ജന്ന, നാണല്ലേ ഇവിടെ പമ്പാണ്ടാവും ചെന്ന ഖലഖ്തനി മിൻ നാരി വഖലഖ്തഹു മിൻ തീൻ. അപ്പോൾ ഇബ്ലീസ് ഇവിടെ നേർക്ക് നോക്കിയെങ്കിൽ പഴം തിന്നണ്ടാൻ ചൊല്ലുന്നതിന് തിന്റെ ആൾ ആദം നബി അലൈഹിസ്സലാമല്ലേ. പക്ഷെ ആദം നബി അലൈഹിസ്സലാമിന്റെ ಬಗ್ಗೆ ഖുർആൻ ചൊല്ലുന്നത് ഇന്നല്ലാഹു അസ്തഫാ ആദം, ആദം നബി അലൈഹിസ്സലാം അല്ലാഹു തെരഞ്ഞെടുത്ത് മുട്ടാക്കിയാണ്ട ഇബ്ലീസിനെ ദൂരാക്കി ഒഴിവാക്കിയ കാരണം കിബ്റാണ്, അഹങ്കാരമാണ്. നാം വലിയ നാൻ അങ്ങനെ ഇങ്ങനെ ചൊല്ലുന്നത് മനുഷ്യൻ നശിച്ചു പോണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതെന്ന് നാശം എത്ര വലിയ ആളായിരുന്നു നാശമായി പോടാ. ഞാൻ വിചാരിക്കുന്നത് ഈ അടുത്ത് കഴിഞ്ഞ പോണം താരീഖ് ഹീനമാക്കുന്നു രണ്ട് മക്കാരി മഞ്ചലൂർ അവിടെ ഞാൻ നിൽക്കുമ്പോ ഒരാൾ ഫോണാക്കിയിട്ട് അങ്ങനെ കുറേ വിഷയം ഉണ്ടല്ലോ. അയാൾ ചത്തു, ഒരാൾ പുറകെ ചത്തു. ഞങ്ങൾ കൈമുട്ടപ്പെട്ട ആൾമാരാണ്. ഞങ്ങൾ കൈമുത്തറങ്ങളെ മുത്തിനെ കലാട്ടാക്കാറ്. ഞാൻ റബ്ബി അയാൾ ചൊത്തു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ ചൊല്ലു എംസിയാക്കിക്കൊണ്ടുണ്ടാവും. ഷെയ്ഖുനാൻ ചൊല്ലുന്നുണ്ട് എന്നുണ്ട്. ഷെയ്ഖുനാൻ തന്റെ ചെല്ലറും കൊണ്ടൊട്ടി ചൊന്ന് കടത്തത് പോയി ചെല്ലുന്നാണ് നിങ്ങളുടെ കയ്യല്ല ഞാൻ മൊത്തനായ അവബോധമില്ല. നീ കേൾക്കുവാൻ ഇനിയിപ്പോ അയാൾക്ക് കേൾക്കല കേൾക്കട്ടെ, നക്കെന്ന് വരില്ല. എന്തുകൊണ്ടു നിങ്ങളെ മുട്ടത്തമോ അയാളെ മുട്ടത്തമോ ഒരു 10 രൂപ കിട്ടണമെന്നുള്ള ആശയിൽ നിന്നാണ് ഇത് ചൊന്നതിനൊക്കെ വേണ്ടി നഷ്ടപ്പെടുമെങ്കിൽ വേണ്ടിയിലൊന്നും നഷ്ടമാവുകയില്ല. ഇതാണ് സത്യം. ഇങ്ങനെ വലിയ പമ്പന്മാരായിട്ട് ഇങ്ങനെ നടന്നാറുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ചെന്നോട് എന്റെ ഷെയ്ഖുനാട്ട് വരെ നാണേ ചൊന്നു കൊടുത്തിട്ടുണ്ടായെങ്കിൽ ഒരു പ്രോഗ്രാം ആവുമ്പോൾ എന്റെ ആദരിക്കൊള്ളു നാണേ വേണം സാൽ തന്നെ സാലിപ്പാട്ടോ നാണേ ചൊല്ലാണ്ടായെങ്കിൽ എന്ത് ദൈവത്തിൽ എഫക്ട് കിട്ടൂ. എന്നെ കൊണ്ട് എത്ര നന്നാവാ. ഇത് മുസീബത്തില്ല ചൊല്ല. ഈ സീക്ക് ക്യാൻസറിന്റെ അപ്പുറമാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ. അവിടെ ഞാൻ വിചാരിച്ച് ഞാനിങ്ങനെ ഞങ്ങളിലാക്കിയിട്ട് ആ ബോംബ് അവിടെ ഇല്ലാത്ത ദുനിയാവുടെ മേൽ മാത്രമാണ്, ഭൂമിയുടെ മേലിൽ മാത്രമാണ്. അടിക്കുവഴിയിൽ എന്തും സംഭവിക്കും സാധ്യമേ. അവിടെയാണ് ഞാൻ കഴിഞ്ഞ് ഒരു റമദാൻ ജുമാഅത്തിന് ചെന്നിട്ട് ഇന്ന് ഓക്കെ ഉസ്താദിനെ വയ്ക്കാൻ എത്ര വലിയ മഹാന്മാർ ഇത്ര വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ സ്മരിക്കട ബഹുമാനപ്പെട്ട ഉസ്താദ് എത്ര വലിയ ആളാണ്. ആ മഹാൻ പ്രിയപ്പെട്ട സഹോദരന്മാരൊന്നും അള്ളാഹുവിനായിട്ട് ജീവിക്കുന്നു. പഠിച്ചോണ്ട നീയത്തോടുകൂടി ഞാൻ എന്താക്കി ഞാൻ പിന്നെ ചൊന്ന് നടക്കണമെങ്കിൽ അള്ളാഹു വലുതാക്കളവിടെ അള്ളാഹുവിന്റെ എല്ലാം നോക്കണം. ആ ഓക്കെ ഉസ്താദ് റൊട്ടിയ അവിടെ നമ്മോട് 84 അല്ലിഫാണ് മാസികത്തെ ആൾമാർ വന്നാൽ എന്തിന് വന്നേ കൊണ്ടുണ്ടാ നിങ്ങളെ പറ്റി ഒരു ഫീച്ചർ എഴുതണോ, നെക്സ്റ്റ് വാർത്ത അല്ലിഫാദ് നിങ്ങളെ പറ്റി എഴുതണം. അങ്ങനെ വന്നാൽ
വന്നിട്ട് നിങ്ങൾ നല്ലൊരു ഫോട്ടോ എല്ലാം വേണം, പിന്നെ നിങ്ങളെ ಬಗ್ಗೆ ഫുൾ എഴുതരുത്, എന്നിട്ട് നമ്മൾ അവിടെ ഇച്ചിരി സീത പോയിട്ട് വിടാം. നല്ല ಬಗ್ಗೆ എഴുതാൻ പോകുമ്പോൾ ഞാനത് വായിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു. ഞങ്ങളെ പോലത്തെ ആൾമാരുണ്ടായിട്ട് നല്ല കുറിച്ചെല്ലാം വെച്ച് നല്ല ಬಗ್ಗೆ തരണോ മാഷാ ഞാൻ നിങ്ങളെ വിഷയം ചൊല്ല് തീർന്നിരിക്കാതെ ഞാൻ ചെല്ലുங்க ചില ഇന്റർവ്യൂ എല്ലാം നോക്കുമ്പോൾ നമ്മൾ കണ്ട അവിടെ അള്ളാഹുവിനോടുള്ള ചിന്ത വേണ്ടേ ഇല്ല. ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ എത്തുവേണ്ടെന്നും വിചാരിച്ചിട്ടേ ഇല്ല, ഞാൻ ഈ പള്ളിയെ പ്രസിഡന്റ് ആവേണ്ടെന്നും വിചാരിച്ചു. അങ്ങനെയുള്ള ഒന്നും നമുക്ക് തോന്നിയില്ല. ഇഷ്ടം പള്ളി പോകാൻ കത്തിപ്പോ നാണാവൻ ചൊല്ല നന്റെ ദേവി എപ്പ നോക്കിയോ നാണൻ ചൊല്ലുന്നതിനെ എപ്പ ദഫനാക്കുക അവിടെ അപ്പോൾ അവിടെ ഇല്ല. അപ്പൊ ഞങ്ങളുണ്ടായിരുന്നു നല്ല കുറിച്ചെല്ലാം വെച്ചിട്ട് എപ്പോഴും ചെല്ല ഇനിയെല്ലാം ആയിട്ട്. കാരണം നല്ലൊരു ഫോട്ടോത്തിൽ പത്രത്തിൽ കണ്ടല്ലേ, ആയിരക്കണക്കാൾമാർ ഓടുന്ന പത്രത്തിൽ ഇങ്ങനെ കണ്ടല്ലേ, വരുമ്പോ അവിടെ കുറിച്ച് അത് ഇവിടെ മാത്രമാ പിന്നപ്പുറം കുസിക്കാലെ ഇനി വന്നില്ല ഞാൻ കേൾക്കുക എല്ലാം എടുത്തു പോയിക്കാറല്ലോ എന്ത് വന്നിട്ടില്ല കേട്ടിട്ട് അപ്പുറം ഞാൻ അന്വേഷിക്കുക. അവിടെയാണ് ഓക്കെ ഉസ്താദ് എന്തുകൊണ്ട് അങ്ങനെ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് വെറും എല്ലുകൊണ്ടല്ല. ഓക്കെ ഉസ്താദ് അങ്ങനെ ആയിട്ട് നോട്ടീസിൽ പേരിട്ടപ്പോ അസപ്പെടുത്തുള്ള ആരെങ്കിലും പ്രോഗ്രാം വന്നെങ്കിൽ നോട്ടീസിൽ പേരിടേണ്ടതല്ലോ. നോട്ടീസിൽ നല്ല പേരിടുക, പേരിട്ടവിടെ പോയതേ ഇല്ല. ഇവിടെ പേരിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോകില്ല. ഈ അടുത്ത് നല്ല റൂമുകാർ വന്നിട്ട് ഉസ്താദ് കലാറ്റയച്ചോണ്ട് എന്റെ കേട്ടെ അത് നോട്ടീസിൽ പേരിട്ടത് മേൽക്കീഴായിട്ടോ അതിന്റെ പേരിൽ കലാട്ടായി നോട്ടീസിൽ പേരിട്ടത് ഇയാളത് കീഴാക്കി വലിയ വലിയ മഹാന്മാർ കലാട്ടായി തുട്ടമോ ഞാൻ പേരിട്ടത് പ്രിയപ്പെട്ട സഹോദരന്മാർ. ഇതെങ്ങനെ ഈ നോട്ടീസിന്റെ പേരിൽ ഇങ്ങനെ മേളുടെ മേൽക്കിടോ അവിടെ അങ്ങനത്തെ ഒരു തന്ത്രജ്ഞാനം ആരെങ്കിലും ഉണ്ടാക്കിയാ AI തന്ത്രജ്ഞാനത്തിന് അങ്ങനെ മിച്ചുണ്ട മേളുടെ മേലിട്ട് കാട്ടോ അവിടെ. അപ്പൊ അവിടെ ചില കീഴ് വന്നേക്കാണ് പ്രശ്നം. ഇത് ആര് കലാട്ട അവിടെ കലാട്ടാ കൂടെ അനൗൺസ്മെന്റിൽ പേര് വന്നില്ല എന്ന് തോന്നിട്ടു വിളിച്ചിട്ട് അസ വന്നിട്ട് നല്ല പേര് അനൗൺസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സുഹൃത്ത് അനൗൺസ്മെന്റ് ആക്കിയാലും അടുത്ത ഒരാഴ്ച ഞാൻ ഇതിന്റെ പേര് മുസീബത്ത് നവമില്ല. ഇതൊരു നാട്ടക്കാണ്ട ചൊല്ല് ഇവിടെ എങ്ങനെയാണ് ജയിക്കും? ഏത് ഉസ്താദ് മത്ത സമ്മേളനത്തെ വിളിക്കൊടുത്തുള്ള ഒത്തു ഉസ്താദരെ ഇപ്പൊ നിബന്ധന എതിരെ വണ്ടില്ല നോട്ടീസിൽ പേര് എഴുതിയതാ. അങ്ങനെ പോലെ ഞാൻ കല്യാണം പിന്നെ ഉസ്താദ് വിജയം കിട്ടിയിട്ട് ഓക്കെ ഉസ്താദിന്റെ പേരല്ല ഉസ്താദ് നോട്ടീസിൽ പേര് കൊണ്ടു പോണ്ടില്ല തീരുമാനമാക്കിയിട്ടുള്ളൂ. വേറെ ആളെ കടത്തിയിട്ട് പണ്ടില്ല പ്രതിഷേധമാണ് എന്റെ പേരെന്ത് കിട്ടുമോ ചെന്നിട്ട്. അങ്ങനത്തെ ആൾമാരെ ലൈഫ് നിങ്ങൾ വായിക്കുമ്പോ ഇവിടെ ഈ നാടകങ്ങൾ നിങ്ങൾ വായിച്ചുകൊണ്ടുള്ള ഞങ്ങൾ വിചാരിച്ച സ്വർഗത്ത് പോകണ്ടമേ പോയെങ്കിൽ നാളെ വച്ചെങ്കിൽ മലക്ക് പറഞ്ഞെടുത്ത് പോകണ്ടമേ ഇല്ല. കാരണം നാടോട് പിന്നെ ഒമ്പല്ലേ വെറുതെ കാവാം കിബറും ചൊല്ലത് മനുഷ്യരുടെ കൽബുകൾ വന്നിട്ടുണ്ടായെങ്കിൽ അവൻ ജയിക്കില്ല, അവൻ സ്വർഗത്ത് കൊണ്ടില്ല എന്ന് ചൊന്നത് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ചൊന്നത് 100 സത്യം. ഇതല്ലാത്ത ഒന്ന് ആരെങ്കിലും കൊണ്ടുള്ള സാധ്യതകളുണ്ടായെങ്കിൽ നമുക്ക് 10 ലക്ഷം പൈസ കൊടുക്കും. അത് ഇങ്ങനെ ഉണ്ടല്ലേ അതീതിൽ, ഇങ്ങനെ ഉണ്ടല്ലേ അതീതിൽ, ഇങ്ങനെ ഉണ്ടല്ലേ ഖുറാനിൽ. അങ്ങനെ ഇല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഒരു മനുഷ്യൻ വിനയാന്വിതനായ ദാസനായിട്ട് അള്ളാഹുവോട് ചിന്തിച്ചിട്ട് ഞാൻ ഏറ്റവും താൻ ആളും ചൊന്നിട്ട് ഉറപ്പെടുത്തി ഇങ്ങനെ ദ്വാർന്നിട്ട് അള്ളാഹുവിൽ ലയിച്ചിട്ട് ജീവിക്കുമ്പോ ആ ഈമാന് കാണും മാധുര്യം കിട്ടേ, ആ ഇബാദത്ത് കാണൽ ലദ്ദത്ത് കിട്ടേ. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ.